ഈ ആഴത്തിലുള്ള ചർച്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ നൽകിയ കുറിപ്പുകളും ലേഖനങ്ങളൊക്കെ വെച്ചിട്ട് വളരെ രസകരമായ ഒരു വിഷയമാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അതെ, ശരിക്കും പറഞ്ഞാല് നേതൃത്വവും അതായത് ലീഡർഷിപ്പും നൂതനത്വവും തമ്മിലുള്ള ആ ഒരു ബന്ധം. കൃത്യമായിട്ട്. ഇത് കേവലം കുറച്ച് സിദ്ധാന്തങ്ങൾ മാത്രമല്ല, പുരാതന ചരിത്രത്തിലെ ഒരു വലിയ നിർമ്മിതിയുടെ കഥയിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു ഒരു പ്രതിസന്ധി വരുമ്പോൾ യഥാർത്ഥ നേതാവ് എങ്ങനെയാണ് സ്വന്തം അനുഭവം ഉപയോഗിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ഇതിൽ ചിലപ്പോൾ സങ്കീർണമായ ആശയങ്ങളുണ്ടാകാം, പക്ഷെ നമ്മളത് വളരെ ലളിതമായിട്ടാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അതെ. അപ്പോ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങളൊരു യോദ്ധാവാണ്. വാളും പരിചയും യുദ്ധക്കളവും മാത്രമാണ് നിങ്ങൾക്കറിയാവുന്നത്. ഈ സമയത്ത് നിങ്ങളടുത്തേക്ക് ഒരു വലിയ ജനക്കൂട്ടം ഓടിയെത്തുകയാണ്. അവർക്കൊരു സഹായം വേണം അല്ലേ? അതെ, ഒരു വലിയ ശത്രു സൈന്യം അവരെ ആക്രമിക്കാൻ വരുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ട് വലിയ പർവ്വതങ്ങൾക്കിടയിൽ കൂറ്റൻ ഒരു മതില് പണിയണം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് അറിയില്ല, വാസ്തുവിദ്യ അറിയില്ല, നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ അല്ല, വെറും ഒരു പോരാളി മാത്രമാണ്. അപ്പോ ആ നിമിഷം അവരെന്ത് ചെയ്യും? അതാണ്. ഭയന്ന് പിന്മാറുമോ, അതോ കയ്യിലുള്ള അറിവ് വെച്ച് ആ വലിയ പ്രതിസന്ധിയെ നേരിടുമോ? ഇവിടെ നിന്നാണ് നമ്മുടെ ചർച്ച തുടങ്ങുന്നത്. നമ്മൾ ജോലി ചെയ്യുന്ന രീതികളെക്കുറിച്ച് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. തീർച്ചയായും. നമ്മുടെ സമൂഹത്തിൽ പല ജോലികളും, അതായത് നമ്മൾ സ്കിൽഡ് വർക്കേഴ്സ് എന്ന് വിളിക്കുന്ന വിഭാഗം, ഡോക്ടർമാർ, പ്രോഗ്രാമർമാർ, അക്കൗണ്ടന്റുമാർ, ഇവരൊക്കെ ഒരു പ്രത്യേക മേഖലയിൽ വൈദഗ്ധ്യം നേടിയവരാണ്. അവർ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വളരെ കൃത്യതയോടെ ചെയ്യുന്നു. അതെ. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം സർജറി ചെയ്യുമ്പോൾ പരീക്ഷണങ്ങൾക്ക് വലിയ സ്ഥാനമില്ലല്ലോ. അവർ പിന്തുടരുന്നത് നിലവിലുള്ള ചില നിയമങ്ങളാണ്. അവരുടെ ലോകത്ത് വലിയ അനിശ്ചിതത്വങ്ങൾക്ക് സ്ഥാനമില്ല. മുൻകൂട്ടി നിശ്ചയിച്ചൊരു പാതയാണ് അവർക്കുള്ളത്. ശരിയാണ്. എന്നാൽ ലീഡർഷിപ്പ്, അതായത് നേതൃത്വം, ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഒരു നേതാവിന് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു സിലബസോ അല്ലെങ്കിൽ പ്രത്യേക പരിശീലനമോ ഒന്നുമില്ല. എനിക്കെന്താ തോന്നുന്നതെന്നാൽ ഇതൊന്നും വിശദമായി പരിശോധിക്കാം. പറയാമോ? നോക്കൂ, നമ്മളൊരു പാചകക്കുറിപ്പ്, അതായത് ഒരു റെസിപ്പി നോക്കി ഭക്ഷണമുണ്ടാക്കുന്നതും രാത്രി വീട്ടിൽ വന്നിട്ട് ഫ്രിഡ്ജിൽ ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് പുതിയൊരു വിഭവം ഉണ്ടാക്കുന്നതും പോലെയല്ലേത്? ഇതിൽ രണ്ടാമത്തേതാണ് യഥാർത്ഥ നേതൃത്വമെന്ന് ഞാൻ പറയും. വളരെ മനോഹരമായൊരു ഉദാഹരണമാണത്. പാചകക്കുറിപ്പ് നോക്കി ഉണ്ടാക്കുന്ന ആൾക്ക് അടുത്തതെന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി അറിയാം. അവിടെ പേടിയില്ല. അതെ, എല്ലാം കൃത്യമാണ്. എന്നാൽ ഫ്രിഡ്ജിലെ ബാക്കി സാധനങ്ങൾ വെച്ച് പുതിയ വിഭവം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾ നിൽക്കുന്നത് വലിയൊരു അനിശ്ചിതത്വത്തിലാണ്. നേതാക്കൾക്ക് എല്ലാ ദിവസവും ഇത്തരം പുതിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത്. പുതിയ പ്രശ്നങ്ങൾ. അതെ. അവിടെ അവർക്ക് അനുഭവപ്പെടുന്ന ഈ അനിശ്ചിതത്വത്തെ അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് അവരുടെ വിജയം. നിലവിൽ തനിക്കറിയാവുന്ന കാര്യങ്ങളെ, സ്വന്തം അനുഭവങ്ങളെ ഈ പുതിയ പ്രശ്നങ്ങളിലേക്ക് പ്രായോഗികമായി പൊരുത്തപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത്. അപ്പം മുൻപരിചയമില്ലാത്ത ഒരു കാര്യം വരുമ്പോൾ പകച്ചു നിൽക്കാതെ ഉള്ള അറിവ് വെച്ച് നേരിടുക. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ നൽകിയ കുറിപ്പുകളിലെ ഒരു ചരിത്രപാഠം നമുക്ക് നോക്കാം. ദുൽഖർനൈൻ എന്ന ഭരണാധികാരിയുടെയും പോരാളിയുടെയും ഉദാഹരണം. അതെ. ഈ ചരിത്ര പശ്ചാത്തലത്തിൽ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നാൽ അദ്ദേഹം ഒരു വാസ്തുശില്പിയോ എഞ്ചിനീയറോ ഒന്നുമായിരുന്നില്ല. വെറുമൊരു പോരാളി. അതെ, ഒരു മികച്ച ഭരണാധികാരിയും പോരാളിയും. അദ്ദേഹത്തിന്റെ യാത്രകൾക്കിടയിലാണ് ഈ ജനങ്ങൾ യാജൂജ് മാജൂജ് എന്ന അക്രമാസക്തരായ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കാൻ ഒരു മതിൽ പണിയണം എന്നാവശ്യപ്പെടുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു എഞ്ചിനീയറിംഗ് പശ്ചാത്തലവുമില്ലാത്ത ഒരാൾക്ക് ഇത്രയും വലിയൊരു ടെക്നിക്കൽ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ശരിക്കും വലിയൊരു പ്രതിസന്ധിയാണ്. അതെ. മുൻപരിചയമില്ലാത്ത ഇത്ര വലിയൊരു പ്രൊജക്റ്റ് മുന്നിൽ വരുമ്പോൾ ആർക്കായാലും ഒരു ആശയക്കുഴപ്പമുണ്ടാകുമല്ലോ. എനിക്കിത് അറിയില്ല എന്ന് പറയലല്ലേ ഏറ്റവും എളുപ്പം. ഒരു സാധാരണ പോരാളി എങ്ങനെയാണ് ഇത് ഏറ്റെടുക്കുന്നത്? അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലീഡർഷിപ്പ് കാണുന്നത്. അദ്ദേഹം ഒരു എഞ്ചിനീയർക്കായി കാത്തുനിന്നില്ല, പകരം സ്വന്തം അനുഭവത്തിലേക്ക് തിരിഞ്ഞു. പോരാളി എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്താണ് നന്നായി അറിയാവുന്നത്? യുദ്ധം, ആയുധങ്ങൾ. അതെ, പിന്നെ സംരക്ഷണം. യുദ്ധക്കളത്തിൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നതെന്താണ്? ഇരുമ്പുകൊണ്ടുള്ള ലോഹ കവചങ്ങൾ. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. സ്രോതസ്സുകളിലെ സൂറ അൽ കഹ്ഫിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം ഇരുമ്പ് കട്ടകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു.
അതെ, എന്നിട്ട് അത് 2 മലകൾക്കിടയിൽ അടുക്കി വെച്ച് തീയിട്ട് പഴുപ്പിക്കാൻ നിർദ്ദേശിച്ചു. ഉം. ഇരുമ്പ് പഴുത്തു കഴിഞ്ഞപ്പോൾ അതിനു മുകളിലേക്ക് ഉരുകിയ പിച്ചള, അതായത് ഈ മോൾട്ടൺ ബ്രാസ്, ഒഴിക്കാനും അദ്ദേഹം പറഞ്ഞു. എനിക്കൊരു സംശയമുണ്ട്. വെറും ഇരുമ്പ് മാത്രം വെച്ചാൽ പോരായിരുന്നോ? എന്തിനാ ഈ പിച്ചള? അതൊരു നല്ല ചോദ്യമാണ്. വെറും ഇരുമ്പ് മാത്രം വെച്ചാൽ അത് വായുവിലെ ഈർപ്പവുമായി ചേർന്ന് തുരുമ്പെടുത്ത് നശിച്ചുപോകും. മതിൽ പെട്ടെന്ന് തകരം. അപ്പോ പിച്ചളയൊഴിക്കുമ്പോൾ? ഇരുമ്പ് പഴുപ്പിച്ച് പിച്ചള ഒഴിക്കുമ്പോൾ ഈ ഉരുകിയ ലോഹം വിടവുകളിലേക്കിറങ്ങിച്ചെന്ന് ഒരു മികച്ച പശ പോലെ പ്രവർത്തിക്കും. കട്ടകളെ ശക്തമായി ബന്ധിപ്പിക്കും. മാത്രമല്ല, പിച്ചളയുടെ ആവരണം വരുന്നതോടെ തുരുമ്പെടുക്കുന്ന പ്രക്രിയ ഇല്ലാതാകും. വാവ്, ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണിത്. കാരണം ഈ പറഞ്ഞ സാങ്കേതികവിദ്യ മറ്റൊന്നുമല്ല, യുദ്ധകളത്തിൽ ഒരു സൈനികൻ ധരിക്കുന്ന ലോഹ കവചമുണ്ടാക്കുന്ന അതേ രീതിയാണ്. അതെ, കൃത്യമായിട്ട്. ഒരു ഹെൽമറ്റ് ഉണ്ടാക്കുന്ന വിദ്യ ഉപയോഗിച്ച് ഒരു വൻമതിൽ പണിയുക. ഇതൊരു അസാധ്യമായ സ്കെയിലിംഗ് അപ്പാണ്. അതായത് ചെറിയൊരു കാര്യത്തെ വലുതാക്കി ഉപയോഗിക്കുക. തീർച്ചയായും. ഒരു വ്യക്തി തന്റെ ചെറിയ അനുഭവങ്ങളെ, അതായത് ലോഹകവചം നൽകുന്ന സംരക്ഷണം എന്ന ചെറിയ ആശയത്തെ ഒരു ജനതയെ സംരക്ഷിക്കുന്ന മതിൽ എന്ന വലിയ പ്രശ്നപരിഹാരത്തിനായി ഉപയോഗിച്ചു. ഈ പ്രവൃത്തിയാണ് യഥാർത്ഥ നൂതനത്വം അല്ലെങ്കിൽ ഇന്നൊവേഷൻ. ശരിയാണ്. അദ്ദേഹം ചിന്തിച്ചത് എനിക്കൊരു മതിൽ പണിയണമെന്നല്ല, എനിക്കൊരു സംരക്ഷണമൊരുക്കണമെന്നാണ്. ഈ ചരിത്രപാഠത്തിൽ നിന്നും നമ്മൾ ഇന്നത്തെ കാലത്തേക്കുള്ള പാഠങ്ങൾ എടുക്കേണ്ടതുണ്ട്. തീർച്ചയായും. നമ്മൾ നൽകിയ സ്രോതസ്സുകളിൽ പറഞ്ഞിരിക്കുന്ന വളരെ രസകരമായൊരു വരിയുണ്ട്. ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വിദ്യകൾ വലുതാക്കി, അതായത് സ്കെയിലപ്പ് ചെയ്ത് ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞേക്കാമെന്ന്. വളരെ ശക്തമായൊരു വരിയാണത്. അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എനിക്കൊരു സംശയമുണ്ട്. ശരിക്കും ഒരു ചായ ഉണ്ടാക്കുന്നത്ര ലളിതമായ കാര്യമാണോ ഒരു യുദ്ധം അവസാനിപ്പിക്കുക എന്നത്? അതോ നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന രീതി മറ്റൊരു പ്രശ്നത്തിലേക്ക് പകർത്തി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണോ ഇവിടെ പറയുന്നത്? ഇതിനി നമ്മൾ വിശാലമായ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വാചകം അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല. ഓ, അതൊരു രൂപകമാണല്ലേ? മെറ്റഫർ. അതെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു നല്ല ചായ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? വെള്ളം, തേയില, പാല്, സമയം. ഇവയെല്ലാം ശരിയായ അളവിൽ കൃത്യസമയത്ത് ഉപയോഗിക്കണം. അപ്പോൾ റിസോഴ്സ് മാനേജ്മെന്റ്, ടൈമിംഗ്? കൃത്യമായിട്ട്. ഒരു യുദ്ധം നയിക്കുന്നതും ഇതുപോലെ തന്നെയാണ്. ഒരു ജനറൽ യുദ്ധക്കളത്തിൽ തന്ത്രങ്ങൾ മെനയുന്നു. എപ്പോൾ ആക്രമിക്കണമെന്ന് തീരുമാനിക്കുന്നു. സ്ട്രാറ്റജി, ടൈമിംഗ്, റിസോഴ്സ് മാനേജ്മെന്റ് എന്നിവയെല്ലാം ഒരു ചായ ഉണ്ടാക്കുന്നതിലും യുദ്ധം നയിക്കുന്നതിലും അത്യാവശ്യമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഏത് ചെറിയ അറിവും ശരിയായ രീതിയിൽ പ്രയോഗിച്ചാൽ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഉപകരിക്കും എന്നതിന്റെ ഒരു രൂപകമാണത്. അതെ, വലിയ പ്രശ്നങ്ങൾക്ക് എപ്പോഴും പുതിയതും സങ്കീർണവുമായ പരിഹാരങ്ങൾ വേണമെന്നില്ല. നിങ്ങളുടെ പക്കലുള്ള ചെറിയ അറിവുകളുടെ ശേഖരത്തിൽ നിന്ന് തന്നെ ആ പ്രശ്നത്തിനുള്ള താക്കോൽ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. വളരെ ശരിയാണ്. ചുരുക്കത്തിൽ, നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ മുൻകൂട്ടി പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് ഭയക്കേണ്ടതില്ല. നിങ്ങളെല്ലാവരും ഓരോരോ മേഖലകളിൽ കഴിവുള്ളവരാണ്. അതെ, നിങ്ങൾക്ക് ഇതിനകം അറിയാവുന്ന കാര്യങ്ങളെ പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും വലിയ നേതൃഗുണം. കൃത്യം. നിങ്ങളുടെ പക്കലുള്ള സ്രോതസ്സുകളിൽ നിന്നും ഈ ചർച്ചയിലൂടെ നമ്മൾ കണ്ടെത്തിയ ഏറ്റവും വലിയ പാഠമതാണ്. നിങ്ങളുടെ ഒരു ചെറിയ അറിവ് മതിയാവും നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം മാറിക്കടക്കാൻ. തീർച്ചയായും. അവസാനമായി ഒരു ചിന്തയ്ക്കായി ഈ ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നു. ഒരു സൈനികന്റെ ചെറിയ ലോഹ കവചം ഒരു നാടിനെ മുഴുവൻ രക്ഷിക്കുന്ന വൻമതിലായി മാറിയെങ്കിൽ, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ വളരെ നിസ്സാരമെന്ന് നിങ്ങൾ കരുതുന്ന ഏത് അറിവായിരിക്കും നാളെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നത്തിനുള്ള പരിഹാരമായി മാറാൻ പോകുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ശുഭദിനം.